നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിയോജന പറഞ്ഞതാണ്. രാഷ്ട്രീയ വിയോജന അപ്പുറം തദ്ദേശം നടക്കുന്നു, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞതാണ്. കോടതിയിൽ കമ്മീഷൻ പറഞ്ഞു ഇതെന്തോ SIR തടസ്സപ്പെടുത്താനുള്ള നീക്കമെന്നാണ്. നോക്കൂ, രാവിലെ 6:00-ക്ക് വീട്ടിൽ നിന്നിറങ്ങി രാത്രി 9 മണിക്ക് വീട്ടിലെത്തി, 10:00-ക്ക് വീട്ടിലെത്തി, പിന്നെയും കുത്തിയിരുന്ന് ആപ്പിൽ സ്കാൻ ചെയ്ത് കയറ്റി 3 മണിക്ക് ഉറങ്ങി, വീണ്ടും 5 മണിക്ക് ഉണർന്ന് വീണ്ടും ഇറങ്ങുക. എത്ര ദിവസം? എന്നിട്ട് എവിടെയെങ്കിലും എന്ത് തൊയില്ല? ഇതിൽ അവിടെ ഈ പറയുന്ന CPM-ന്റെ ഭീഷണി എന്ന രാഷ്ട്രീയം കാര്യത്തിലാണോ വേണ്ടത്? യഥാർത്ഥ പ്രശ്നം ഉന്നയിച്ച് ഇത് കേരളത്തിൽ നടക്കുന്ന പണിയല്ല. ഇപ്പം ബീഹാറിൽ നടന്നിട്ടുണ്ടാവും. ബീഹാറിൽ നടന്ന പണി എന്താണ് എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാകട്ടെ. അതങ്ങനെ പരിഹരിക്കലാണോ ജിൻഡോ വേണ്ടത്? അല്ല ലക്ഷ്മി, ഇക്കാര്യത്തിൽ അനീഷ് ജോർജിൻ്റെ മരണത്തിൽ CPM-ന്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ BLO-മാരുടെ ഇത്രയും വലിയ ജോലി ഭാരത്തിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയാം. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത് പ്രകാരമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടയിൽ ഈ SIR നടപ്പാക്കണമെന്ന് എന്താ ഇവർക്ക് നിർബന്ധം? SIR തന്നെ വേണമെന്നെന്നാ ഇത്ര നിർബന്ധം? ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബീഹാറിൽ 10-65 ലക്ഷം മനുഷ്യരെ ഒഴിവാക്കിയത്, പിന്നീട് 10-20 ലക്ഷം പേരെ കൂട്ടിച്ചേർത്തു. ആരാണ് ഒഴിവാക്കപ്പെട്ടത്? ആരെയാണ് കൂട്ടിച്ചേർത്തത്? എങ്ങനെയാണ് 3 ലക്ഷം ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടർ പട്ടികയിൽ വന്നത്? ആരൊക്കെയാണ് വോട്ട് ചെയ്തത്? കൃത്യമായി ഒരു വിവരവും ആർക്കും ഇല്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ബീഹാറിൽ SIR നടപ്പാക്കിയതിന് ശേഷം സുപ്രീം കോടതിയുടെ വരാന്തയിൽ ചെന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനുഷ്യർ, അതായത് മരണപ്പെട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മനുഷ്യർ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് പറയേണ്ടി വന്നു. കേരളത്തിൽ ഈ SIR-ൽ നിന്ന് ആളുകളെ മരിച്ചു എന്ന് പറഞ്ഞ് വെട്ടിമാറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൊന്നു തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ചുമതലപ്പെടുന്ന BLO-മാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട അത്രയും വലിയ ജോലി സമ്മർദ്ദത്തിലേക്ക് ഇവരെ നയിച്ചത് ഈ മരണത്തിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവർക്ക് ഒഴിയാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, 2002-ലെ ഡാറ്റയൊക്കെ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ 2002-ൽ വോട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുണ്ട്. എത്ര ആളുകളുടെ കയ്യിൽ 2002-ലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടാവും? എത്ര രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ടാവും? ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക അപ്രത്യക്ഷമാണ്. അതുമായി ബന്ധപ്പെട്ട മെഷീൻ റീഡബിൾ സോഫ്റ്റ് കോപ്പി വേണമെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക അപ്രത്യക്ഷമാകുന്ന ഒരു കാലത്ത്, ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതിരിക്കുന്ന ഒരു കാലത്ത് സാധാരണ വോട്ടർമാരോട് പറയാം 2002-ലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെച്ചിട്ട് വേണം ഇത് പൂരിപ്പിക്കാൻ, ബന്ധുക്കളുടെ രേഖകൾ വെച്ചിട്ട് വേണം പൂരിപ്പിക്കാനെന്ന്. ഒരു സാമാന്യ ബോധവും വിവരവും വേണ്ടേ? ഇവരാരൊക്കെ രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞ ബീഹാറിലെ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ കേരളത്തിലെ മനുഷ്യരെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മനസ്സിലാവാത്തത് ഈ എന്യൂമറേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇത് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനാണല്ലോ, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആൾക്കാരെ ഒഴിവാക്കാനാണല്ലോ. എന്തിനാണ് ആ ഫോം കണ്ടത് അല്ലേ ജിൻഡോ? എന്തിനാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? 2002-ലെ വോട്ടർ ലിസ്റ്റ്, അന്നത്തെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ ഇപ്പോഴുണ്ടോ? 2020-ലെ ബന്ധു തന്നെയാണോ ആ ബന്ധു? അങ്ങ് തലപ്രാന്ത് എടുക്കുന്ന ഒരുതരം വൃത്തികെട്ട ഫോമാണത്. നമുക്കത് സഹായമില്ലാതെ പൂരിപ്പിക്കാൻ പറ്റില്ല. അത് മനസ്സിലാവാത്ത മനുഷ്യരല്ല മേലാവലുള്ളത്. സിമ്പിളാക്കാവുന്ന ഒരു ഫോം ഇമാതിരി സങ്കീർണമാക്കലിന്റെ ദുഷ്ടലക്ഷ്യം ഉണ്ട് ജിൻഡോ. അതേ ഹാഷ്മി, കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം. കൂടെ പഠിച്ച വിദ്യാർത്ഥികളില്ല, അധ്യാപകരില്ല. പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഡിഗ്രി സമ്പാദിച്ച നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ച്, വോട്ടർ പട്ടികയെക്കുറിച്ചിട്ട്, ജയിച്ച രീതിയെക്കുറിച്ചിട്ട് ഒക്കെ സംശയങ്ങൾ ഉയരുന്ന ഒരു കാലത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഫോം കാണുന്നത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്താണ്. അതിൽ പല ഭാഗങ്ങളും പൂരിപ്പിക്കാൻ നമുക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിനേക്കാൾ സങ്കീർണമായിട്ട് സാധാരണ മനുഷ്യരെ പരമാവധി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു ഫോമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ SIR-ന് വേണ്ടി പുറത്തിറക്കിക്കുന്നത്. ഇത് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് അകറ്റി നിർത്തുകയും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് പ്രാക്ടീസസിൽ നിന്ന്, എക്സസൈസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അത് ശരിയല്ല എന്ന് ഇന്ന് പോലും ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കും. ആളുകളെ പരമാവധി വോട്ടർ പട്ടികയിലേക്ക് ഉൾച്ചേർക്കുകയും പരമാവധി ആളുകളെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതിന് പകരം പരമാവധി ആളുകളെ ഏതെങ്കിലും രീതിയിൽ വോട്ടർ പട്ടികയിൽ അതാണ് പരിപാടി. ആ ഫോം കണ്ടാണല്ലോ അത് പൂരിപ്പിക്കണമെങ്കിൽ സത്യം ഞാൻ ഉള്ളതുപോലെ പറയാം. താഴെത്തട്ടിൽ ഇത് പൗരത്വമായി ബന്ധപ്പെട്ടാണോ എന്ന് ആശങ്കയുണ്ട്. ഇതിൽ പേരില്ലെങ്കിൽ പൗരത്വം പോകുമെന്നുള്ള ആശങ്ക അവിടെ താഴെത്തട്ടിലുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെങ്കിലും അത് ആശങ്കയില്ലെന്നുണ്ടെങ്കിൽ വോട്ടും വേണ്ട, ഒരു കുന്തം വേണ്ടാതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി ഓടും. അമ്മാതിരി ഫോമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.